സമീപകാലത്ത് ഇതിനു മുൻപ് 2 തവണയാണ് ആ 50 വർഷ കാലാവധിയുള്ള വായ്പ അനുവദിച്ചത്. ആദ്യത്തേത് 2023 ജൂൺ മാസം 17-ന്. അന്ന് നമ്മുടെ രാജ്യത്തെ 16 സംസ്ഥാനങ്ങൾക്ക്, ആ എണ്ണം തെറ്റിപ്പോകരുത്, 16 സംസ്ഥാനങ്ങൾക്ക് ആസ്തി വികസനത്തിനായി പണം അനുവദിക്കുകയായിരുന്നു. അങ്ങനെ അനുവദിച്ചത് 56,415 കോടി രൂപയാണ്. അതായത് ഇന്ന് കേരളത്തിന് അനുവദിച്ചതിന്റെ 100 മടങ്ങ്. ആ 16 സംസ്ഥാനങ്ങളുടെയും പട്ടിക ഇവിടെ കാണാം. അതിൽ എവിടെയെങ്കിലും കേരളം എന്ന പേരുണ്ടോ എന്നുകൂടി നോക്കണം. ആ 16 എണ്ണത്തിലും കേരളം ഇല്ലേയില്ല. ആ 16 സംസ്ഥാനങ്ങൾക്കും കിട്ടിയ തുക വായിച്ചു നോക്കൂ. ബീഹാറിന് 9,640 കോടി രൂപ, ഛത്തീസ്ഗഡിന് 3,195, ഗുജറാത്തിന് 3,478, കർണാടകത്തിന് 3,647, മധ്യപ്രദേശിന് 7,850, രാജസ്ഥാന് 6,026, പശ്ചിമ ബംഗാളിന് 7,523, തമിഴ്നാടിന് 4,079 എന്നിങ്ങനെയാണ്. ഈ പറഞ്ഞതെല്ലാം തന്നെ 1000 കോടിയുടെ കണക്കുമാണ്. ഈ 50 വർഷത്തെ വായ്പാ പദ്ധതിയിൽ കേരളം പെടാത്തതിന് പറഞ്ഞ ന്യായം എന്തായിരുന്നെന്നറിയോ? ഇവിടെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യങ്ങൾ നേടിയെന്ന്, അതിനാൽ ഇനി ആവശ്യമില്ല എന്ന്.